കഴിഞ്ഞ ദിവസം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഒരു യാത്രയുടെ സമാപന വേദിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പ്രസംഗം ഏവരുടെയും കയ്യടി അർഹിക്കുന്നതാണ്. കേരളക്കരയാകെ ഒന്നടങ്കം ആ പ്രസംഗത്തിന് കയ്യടിച്ചു എന്ന് മാത്രമല്ല, VD നടത്തിയ ആ പ്രസംഗം കേരള രാഷ്ട്രീയത്തിനകത്ത് വലിയ ചർച്ചാ വിഷയവും ആയിരിക്കുകയാണ്. അതിന് കാരണം 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതിദയനീയ പരാജയം നേരിട്ട് CPM പിന്നീട് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. CPMന്റെ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഉൾപ്പെടുന്ന ആളുകൾ മറക്കാൻ ശ്രമിക്കുന്ന മാറാട് കലാപമെല്ലാം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച കോഴിക്കോട്ടെയും സംസ്ഥാനത്തെയും ജനങ്ങളെ വീണ്ടും വർഗീയമായി ധ്രുവീകരിക്കാനുള്ള നീക്കം നടത്തുന്നതിനെയാണ് VD സതീശൻ പ്രസംഗിച്ചത്. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയുമായുള്ള ചങ്ങാത്തമടക്കം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഷ്ട്രീയ കേരളം വലിയ ആകാംക്ഷയോടെ കൗതുകത്തോടു കൂടിയാണ് ആ പ്രസംഗം കേട്ടത്. കാരണം മുഖ്യമന്ത്രിയെ തന്നെ വേദിയിലിരുത്തി അത്തരത്തിൽ ഒരു സംസാരം നടത്തുമ്പോൾ VD സതീശൻ ദ റിയൽ ഹീറോ എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ കോൺഗ്രസ് അണികൾ അടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും ജാതിമത വർഗീയ ശക്തികളോട് കടക്കുപുറത്ത് എന്ന് പറയാൻ തന്റെ ഇടം കാണിച്ച നട്ടലുള്ള സമൂഹമാണ് കേരളീയ സമൂഹം. അതിലൊരു തർക്കവുമില്ല. അത്തരത്തിൽ ജാതിമത വർഗീയ ശക്തികൾക്കെതിരെ നിലപാടെടുത്തത് കോൺഗ്രസ് മാത്രമല്ല, CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിലപാടെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ എടുത്ത നിലപാടിൽ വെള്ളം ചേർക്കാൻ CPM ശ്രമിക്കുമ്പോൾ അതിനെതിരായ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഏത് രൂപത്തിൽ നമുക്ക് നോക്കിക്കാണാം. എന്തായാലും കേരളത്തിൽ ഒരു വലിയ ഒരു സന്ദേശമല്ലേ അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയത്? തീർച്ചയായും വലിയൊരു സന്ദേശം തന്നെയാണ് നൽകിയത്. അതിനപ്പുറം മുഖ്യമന്ത്രി ഇരുന്ന വേദിയിലാണ് ഈ പ്രസംഗം പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. അതിനു മുൻപ് സംസാരിച്ച മുഖ്യമന്ത്രി ഏകദേശം 1 മണിക്കൂറോളം മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി നോക്കിയാണ് വായിച്ചിരുന്നത്. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, തങ്ങളെ ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുമുന്നണി സർക്കാർ ആയതുകൊണ്ടാണ് കലാപങ്ങളൊന്നും ഉണ്ടാകാതെ പോകുന്നത് എന്ന തരത്തിലൊരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, മതേതരത്വം ഉയർത്തിപ്പിടിക്കുകയും മറുവശത്ത് വർഗീയത പറയുന്നവരെ പൊന്നാട അണിയിക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെയും പിണറായി വിജയന്റെയും കൂട്ടുകെട്ടിനെ വിമർശിക്കുകയാണ് ചെയ്തത്. ഈ പറയുന്ന പോലെ പലകുറി CPMനെ CPI പോലും വിമർശിച്ചതാണ് വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള പിണറായി വിജയന്റെ കൂട്ടുകെട്ടിനെ. അതിനെ തന്നെയാണ് പൊതുസഭയിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്ന വേദിയിലാണ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യം പറയുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. 1 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വീണ്ടും VD സ്റ്റാറായി എന്നൊക്കെയാണ് പറയുന്നത്. അതിന് കാരണങ്ങളുണ്ട്. VD സതീശന്റെ പ്രസംഗം എന്ന് പറയുന്നത് അത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു. ഈ പറയുന്ന പോലെ വെള്ളാപ്പള്ളി നടേശൻ ഓരോ തവണ വർഗീയത പറയുമ്പോഴും വെള്ളാപ്പള്ളി നടേശനെ മൗനമായി സപ്പോർട്ട് ചെയ്യുകയും മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാനുള്ളതാണ് വെള്ളാപ്പള്ളി നടേശന്റെ വായിൽ നിന്ന് വരുന്നത് എന്ന തലത്തിൽ പോലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടും താൻ വെള്ളാപ്പള്ളി ഒപ്പം നിർത്തുമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തത്. അതിനെ പല കുറി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിമർശിച്ചിരുന്നു ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും കോൺഗ്രസും എല്ലാം. അപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇരിക്കുന്ന അതേ വേദിയിലാണ് VD സതീശൻ ഇത് പറയുന്നത്. പ്രതിപക്ഷത്തിന് ഉള്ള കാര്യം അല്ലെങ്കിൽ VD സതീശന് പറയാനുള്ള കാര്യം തനിക്കാരെയും പേടിയില്ല, മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയാണെങ്കിലും താൻ പറയുമെന്ന തലത്തിലേക്ക് മാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാറുണ്ട്. അത് സാധാരണമാണ്. പക്ഷെ VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം കേരളത്തിലെ എല്ലാവരും പറയാൻ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുജനം പറയാൻ ആഗ്രഹിച്ച കാര്യം തന്നെയായിരുന്നു. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു കാര്യം പുറത്തു വരുന്നത് VD സതീശന്റെ നിലപാടിന് കേരളത്തിലെ ജനങ്ങൾ കൈയടിക്കുന്നു എന്നതാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയപരമായി പ്രബുദ്ധതയുള്ള ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ ജാതിമത വർഗീയ ശക്തികളെ എന്നും അകറ്റി നിർത്തുന്ന ആളുകളാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ വലിയ പിന്തുണ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ വലിയ ഒരു കയ്യടി VD സതീശൻ ഇക്കാര്യത്തിൽ ലഭിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഒരു നിർണായകമായ നിലപാടാണ് VD സതീശൻ സ്വീകരിച്ചത്. അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഒരു യാത്രയുടെ സമാപന വേദിയിലാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രസംഗം അദ്ദേഹം നടത്തിയത് എന്ന് പറയുമ്പോൾ, പക്ഷെ ഇത്തരമൊരു പ്രസംഗം നടത്തുമ്പോൾ പോലും മുഖ്യമന്ത്രിക്ക് ഒരു മാറ്റം വരുമെന്ന് കരുതുന്നുണ്ടോ? കാര്യം CPI വിമർശിച്ചിട്ട് പോലും മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞിട്ടില്ല. തീർച്ചയായും വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയുമായുള്ള ചങ്ങാത്തം കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ CPM അണികൾക്കും CPI അണികൾക്കും CPI നേതാക്കൾക്കും പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. CPIയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ വിഷയത്തിൽ എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനെയെല്ലാം മറികടക്കുന്ന തരത്തിൽ അതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്.
എന്തായാലും ആ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രി അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനുമായുള്ള ചങ്ങാത്തത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ വെള്ളം കുടിപ്പിക്കുന്ന പ്രസംഗമാണ് ഇന്നലെ വി ഡി സതീശന്റെ ഭാഗത്ത് ഉണ്ടായത്. എന്തായാലും വി ഡി സതീശന്റെ പ്രസംഗം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കും. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മാറാടും പൂന്തറയും ഭീമാപ്പള്ളിയും അടക്കമുള്ള പ്രദേശങ്ങളിലുണ്ടായ കലാപങ്ങളും അല്ലെങ്കിൽ വെടിവെപ്പുകളും കൊലപാതകങ്ങളും മറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് വീണ്ടും അതിന്റെ നൊമ്പരം, അതിന്റെ വേദന കുത്തി നിറക്കാൻ ആരു തന്നെ ശ്രമിച്ചാലും അതിനെ പ്രതിരോധിക്കും. അത് വി ഡി സതീശൻ ഇത്തരം ഒരു പരാമർശം നടത്താൻ കാരണം പോലെ അതിനു മുമ്പ് മുഖ്യമന്ത്രി പ്രസംഗിച്ചതായിരുന്നല്ലോ. തീർച്ചയായും വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനോട് വലിയ നീരസമുണ്ട്. കാരണം കേരളത്തിന്റെ മതേതര മനസ്സിന് കളങ്കമേൽപ്പിക്കുന്ന ആരായാലും, അത് മുഖ്യമന്ത്രി ആയാലും ശരി, പ്രധാനമന്ത്രി ആയാലും ശരി, ആരായാലും അവർക്കെതിരെ വിമർശനമുണ്ടാകും. കേരളത്തിന്റെ മതേതരത്വത്തിന്റെ ഐക്യം അല്ലെങ്കിൽ കേരളത്തിന്റെ ഐക്യം, കേരളത്തിന്റെ മതേതരത്വം അത് ലോക പ്രശസ്തമാണ്, ലോകത്തിന് തന്നെ മാതൃകയാണ്. മറ്റെവിടെയും ഇല്ലാത്ത തരത്തിൽ ഒരു പാത്രത്തിലുണ്ട്, ഒരു പായയിൽ കിടന്നുറങ്ങുന്ന സംസ്കാരമാണ് കേരളത്തിലെ മതേതരത്വത്തിന്റെ സംസ്കാരം. ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ സിഖുകാരനെന്നോ ബുദ്ധനെന്നോ ജൈനനെന്നോ പാഴ്സി എന്നോ മതമില്ലാത്തവനെന്നോ മതമുള്ളവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ ചേർത്ത് പിടിക്കുന്നു. ഇവിടെ RSS ഉണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്, SDP ഉണ്ട്, BJP ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, NCP ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. പക്ഷേ കേരളത്തിന്റെ ഒരു വിഷയം വന്നാൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ, ഒരേ മനസ്സോടുകൂടി നിൽക്കാൻ, 2 പ്രളയം കേരളം തരണം ചെയ്തപ്പോൾ അവിടെ ജാതി നോക്കിയിരുന്നില്ല, മതം നോക്കിയിരുന്നില്ല. നിപ്പ കേരളത്തിന്റെ മലബാർ മേഖലയെ കാർന്നു തിന്നപ്പോൾ അവിടെ ജാതി ഉണ്ടായിരുന്നില്ല, മതം ഉണ്ടായിരുന്നില്ല. കോവിഡ് കേരളത്തെ ആർത്തനാദം പോലെ കേരളത്തിൽ അട്ടഹസിച്ചപ്പോൾ അവിടെ ജാതിയോ മതമോ നോക്കാതെ കേരളത്തിലെ ആളുകൾ പരസ്പരം സഹായിച്ചത് കേരളം കണ്ടതാണ്. അതാണ് കേരളത്തിന്റെ മഹത്തായ മതേതരത്വത്തിന്റെ പാരമ്പര്യം. ആ മഹത്തായ മതേതര പാരമ്പര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നത് ആരായാലും ശരി, അവരെ തുറന്നു തീർക്കും, അവർക്കെതിരെ പ്രതിരോധം തീർക്കും, അവർക്കെതിരെ പ്രതിഷേധത്തിന്റെ പടയണി തീർക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയാണ് ഇന്നലെ വി ഡി സതീശൻ ചെയ്തത്. നാളുകളിൽ കേരളത്തിന്റെ പൊതുസമൂഹം, കേരളത്തിന്റെ തലമുറ പറയും വി ഡി സതീശനായിരുന്നു ശരി, അദ്ദേഹത്തിന്റെ നിലപാടായിരുന്നു ശരി. 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും ഒരു വർഗീയവാദിയുടെ വോട്ട് പോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് ഇന്നും പ്രസക്തിയുള്ളത്. നാളെയും ആ നിലപാടിന് തന്നെയാണ് പ്രസക്തിയുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല.